ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്ന് മെയ് 2-ാം തീയതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. സ്ഥിരമായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലായാലും ടി വിയിലൊക്കെ ആയാലും സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ പല തടസ്സങ്ങൾ, പല സാമ്പത്തിക പരിമിതികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വരുമാനം ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ, സംസ്ഥാനത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ഏതാണ്, അതിലെന്താണ് നടക്കുന്നത് എന്നാണ് നമ്മളിന്ന് സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് ഫെബ്രുവരി 2024 ഡാറ്റയാണ്. ഫെബ്രുവരി 2024 കേരള സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിനെ പറ്റിയാണ്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫെബ്രുവരി 2024 കളക്ഷനെ പറ്റിയാണ് പറയുന്നത്. ഇത് പല മന്തിൻ്റെ ടോട്ടലാണ്. ജനുവരി 24 വരെ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 2023 മുതൽ ജനുവരി 24 വരെയുള്ള 10 മാസത്തെ ഡാറ്റയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, 11ാമത്തെ മാസമായിട്ടുള്ള ഫെബ്രുവരിയാണ് ഇവിടെ കാണുന്നത്. ഇത് ഫെബ്രുവരി അടക്കമുള്ള 11 മാസത്തെയും കൂടി കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ 10 മാസത്തെ, ഇത് ഒരു മാസത്തെ, ഫെബ്രുവരിയും കൂട്ടുമ്പോൾ 11 മാസത്തെ, അത് രണ്ടും കൂടി കൂട്ടിയതാണ് ഇപ്പുറത്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ചെറിയ സ്റ്റഡിയാണ് ഞാൻ കാണിക്കുന്നത്. കാരണം നമ്മളൊരു പരിമിതിയിലാണ്, നമ്മളൊരു ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാര്യങ്ങളെ പറ്റി അറിയണം, നമുക്ക് മനസ്സിലാവണം എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം നോളജ് ഈസ് പവർ ആൻഡ് പ്രയർ നോളജ് ഈസ് മോർ പവർ. നമുക്ക് നോക്കാം. ഈ ഫെബ്രുവരി 2024 നമ്മളൊരു മാസത്തെ മാത്രം തൽക്കാലം സ്റ്റഡി ചെയ്താൽ മതി. കാരണം മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അധികം നോക്കേണ്ട കാര്യമില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡാറ്റ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരത്തിലെത്താൻ സാധിക്കില്ല. ഓക്കെ, ഫെബ്രുവരി 2024 മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഫെബ്രുവരി 2024 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കാണുന്നത്? ഫെബ്രുവരി 24 നമുക്കറിയാം, നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ആണ് GST. അപ്പോൾ സ്റ്റേറ്റിൻ്റെ GST കളക്ഷൻ മൊത്തം വരുന്നത് നമുക്ക് കാണാം. GSTയിൽ SGST പെയ്ഡ് ഇൻ ക്യാഷ് ഉണ്ട്, IGST സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇത് രണ്ടുമാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ 1230 കോടിയും 1445 കോടിയും കിട്ടി. അങ്ങനെ മൊത്തം GSTയുടെ കളക്ഷൻ നമുക്ക് വരുന്നത്, ഫെബ്രുവരിയിൽ കളക്ഷൻ വരുന്നത് 2675.79 കോടിയാണ്. ഇപ്പോൾ 2675 കോടി രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിൽ എഴുതിയിരിക്കുന്നത് കോമ്പൻസേഷൻ്റെ കാര്യമാണ്. തൽക്കാലം നമുക്കിപ്പോൾ മറക്കാം. ഈ 737.8 തൽക്കാലം മറക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് തൽക്കാലം ഇപ്പോൾ നമുക്ക് മറക്കാം. അപ്പോൾ ഫെബ്രുവരിയിൽ നമുക്ക് 2675 കോടി GSTയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ക്യാഷും ക്രെഡിറ്റും സെറ്റിൽമെൻ്റ് ആണ്. അതായത് പെയ്ഡ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷായിട്ട് കിട്ടിയത്. ഇത് IGSTയുടെ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ പേ ഓഫ് ചെയ്യുമ്പോൾ വരുന്ന, അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന എമൗണ്ടാണ്. തൽക്കാലം അതിനെപ്പറ്റി അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി വാറ്റിൽ നമുക്ക് വാറ്റ് നയം പ്രകാരം ഒരു 30.83 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരിയിൽ. ഇനി KGST റവന്യൂ എന്നും പറഞ്ഞ ഒരു റവന്യൂ മെയിനായിട്ട് ഒരെണ്ണം കൂടി വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് പെട്രോളിയം പ്രൊഡക്റ്റ്, അതായത് പെട്രോളും ഡീസലും ഒക്കെയുള്ള ടാക്സ് 1084 കോടി കിട്ടുന്നുണ്ട്. അതുകൂടാതെ KSBC ബിവറേജസ് കോർപ്പറേഷൻ, അതായത് മദ്യത്തിന് വരുന്ന ടാക്സ് 1205 കോടി വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്രോളും ഡീസലിന് 1084 കോടി കളക്ട് ചെയ്തതിനേക്കാൾ കൂടുതലാണ് മദ്യത്തിന്
ടാക്സ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് പാപ്പരാകുന്നതെന്നുള്ളതിൻ്റെ കാരണം ജനങ്ങൾ മനസ്സിലാക്കണം. കാരണം മദ്യം ഉപയോഗിക്കുന്നത് വഴി ഗവൺമെൻറ്റിലേക്ക് വലിയ ടാക്സാണ് പിരിക്കുന്നത്. പെട്രോളും ഡീസൽ അടിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഇത് വരുന്നതെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ പൈസ കാണാത്തതിൻ്റെ കാരണം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെയുള്ളത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. തൽക്കാലം ഇപ്പോൾ മറക്കാം. അങ്ങനെ ടോട്ടൽ പെട്രോൾ ആൻഡ് ഡീസലിൻ്റെ ടാക്സും മദ്യത്തിൻ്റെ ടാക്സും കൂടി 2357 കോടി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ 2357 കോടി പെട്രോൾ ആൻഡ് ഡീസൽ മദ്യം കൂടി കൂട്ടുമ്പോൾ 2357, ജി എസ് ടിയിൽ 2675, കുറച്ച് കൂടുതലാണ് ജി എസ് ടിയിലെ കളക്ഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെ രണ്ടും കൂടി കൂട്ടുമ്പോൾ മൊത്തം 5063 കോടി രൂപ നമുക്ക് വാറ്റും എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് അത്ര വരുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഇതിന് എന്ത് മനസ്സിലായി? നമുക്ക് ഏകദേശം 5063 കോടി, ഏകദേശം 5000 കോടി എന്ന് വെച്ചോളൂ റഫലി. അതിൽ പകുതിയോളം ജി എസ് ടിയും പകുതിയോളം KGST എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തെ കാര്യം മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്, ഇയർ ഓൺ ഇയർ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെബ്രുവരി മാസം വരെ കളക്ട് ചെയ്ത ടാക്സ് പഴയ ഫെബ്രുവരി 2024 വരെ കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ എത്ര മാസത്തെയുണ്ട്? ഫെബ്രുവരി വരെ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി അടക്കം, അപ്പോൾ 11 മാസത്തെ. അപ്പോൾ ഏപ്രിൽ 2023 മുതൽ 11 മാസത്തെ. അങ്ങനെയെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ കൊല്ലം 11 മാസം എത്രയാണ്? ഫെബ്രുവരി 2023 വരെ. അപ്പോൾ ഒരു കമ്പാരിസണ് സാധ്യമാകുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് നോക്കിയറിയാം, GST നോക്കുകയാണെങ്കിൽ മുമ്പ് 25,000 കോടി കളക്ട് ചെയ്ത സ്ഥാനത്ത് 28,000 കോടിയാണ് GST കളക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10% ഗ്രോത്ത് GSTയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, 10%. ഇനി വാറ്റാണെങ്കിൽ ചെറിയ എമൗണ്ട് ആണ്, -ആണ് 18 കോടി. അത് തൽക്കാലം ഇപ്പോൾ നമ്മൾ 18% ഗ്രോത്ത് ആണ്, അത് നമുക്ക് തൽക്കാലം മറക്കാം. ഇനി KGST, പെട്രോൾ ആൻഡ് ഡീസലും ലിക്കറിൻ്റെ ടാക്സും കളക്ട് ചെയ്ത എമൗണ്ട് 22,000 കോടി, 23,000 കോടി, വെറും 3.32% ഗ്രോത്താണ് അതിലുണ്ടായുള്ളൂ. അതായത് GSTയിൽ 10% മേലെ ഗ്രോത്ത് ഉണ്ടായി. ഇത് തന്നെ വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം പിന്നിലാണ്. 10% ഗ്രോത്ത് ഉണ്ടായപ്പോൾ പെട്രോൾ ആൻഡ് ഡീസൽ ആൻഡ് ലിക്കർ അതിന് വെറും 3.32% ഗ്രോത്ത് ഉണ്ടായുള്ളൂ. എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, കേരളത്തിലാണ് ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ എല്ലാത്തിനും ടാക്സ് ഉള്ളത്, ലിക്കറിനായാലും ഡീസലിനായാലും. എന്നിട്ട് പോലും നമ്മുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തിന് 23-നെ കമ്പയർ ചെയ്യുമ്പോൾ 24-ൽ നമുക്ക് വെറും 3.32% ഗ്രോത്ത് അതിലുണ്ടായുള്ളൂ. ഇത്രയും ഹെവി ടാക്സ് കൊടുത്തിട്ട് പോലും നമ്മുടെ ടാക്സ് റവന്യൂ കൂടുന്നില്ല. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. കാരണം ഏറ്റവും കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്തിട്ട് പോലും ടാക്സ് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുള്ളൂവെങ്കിൽ ഇനി ഇതിൽ ടാക്സ് കളക്ഷന് കൂട്ടാൻ സാധിക്കില്ല. ഇതിലും കൂട്ടാൻ സാധിക്കില്ല, കാരണം ഇതൊരു ഓൾ ഇന്ത്യ ടാക്സ് ആണ്. അപ്പം ഇവിടെ നമ്മൾ തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ GSTയും വാറ്റും KGSTയും കൂടി കൂട്ടിയിട്ട് നോക്കുമ്പോൾ വെറും 6.77% ഗ്രോത്ത് മാത്രമാണ് ടോട്ടൽ ടാക്സിൽ വരുന്നുള്ളൂ. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ഇക്കോണമി ഗ്രോ ചെയ്യുന്നത് ആവറേജ് ഒരു 6.25%, 7% നിരക്കിലാണ്. അപ്പോൾ 7% ഇക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ട്. പ്ലസ് ഇക്കോണമിയിൽ ജനറലി ഇൻഫ്ലേഷൻ ഗവൺമെൻറ് പറയുന്നത് 6% എന്നൊക്കെയാണ്, ഇതിനേക്കാളും കൂടുതലായിരിക്കും. എന്തായാലും ഒരു 7% ഇൻഫ്ലേഷനും കൂടി ഉണ്ടെങ്കിൽ ഒരു 7% ഗ്രോത്തും 7% ഇൻഫ്ലേഷൻ ആകുമ്പോൾ ഒരു 14% മേലെ എങ്ങനെ പോയാലും കളക്ഷൻ കൂടേണ്ടതാണ്, ടാക്സ് കളക്ഷൻ. പക്ഷേ നമ്മൾ അതിൻ്റെ അവിടേക്കൊന്നും എത്തുന്നില്ല, നമ്മൾ വളരെ പിന്നിലാണ്. എന്ന് പറഞ്ഞാൽ പൊതുവെ ഉള്ള ഗ്രോത്തിന് ആനുപാതികമായിട്ടുള്ളൊരു നികുതി കളക്ഷൻ വരുന്നില്ല. അപ്പോൾ ദിസ് ഈസ്
ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പഠന വിധേയമാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഫെബ്രുവരി 2024 കാര്യമാണ് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് മാസത്തെ കാര്യം നോക്കാം. മാർച്ച് 2024 എങ്ങനെയാണ് ഇനി ഉണ്ടായത് എന്നുള്ളത് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. ഇതാണ് നമുക്ക് കാണാം, മാർച്ച് 24 സ്റ്റേറ്റ് വൈസ് കളക്ഷനാണ്. സ്റ്റേറ്റ് വൈസ് ഗ്രോത്ത് ഓഫ് GST റവന്യൂ ഡ്യൂറിങ് മാർച്ച്. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് കേരളത്തിൻ്റെ ഫെബ്രുവരി മാസത്തെ ടാക്സ് കളക്ഷനാണ്. ഇനി നമുക്ക് കേരളത്തിനെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കേരളം കാര്യമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കേരളത്തിലുള്ള ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങി ഇവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളം ഒരു കൺസ്യൂമിങ് സ്റ്റേറ്റ് ആകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നികുതി വരുമാനം കൂടുകയാണ് വേണ്ടത്. പക്ഷെ അത് വരുന്നില്ല. നോക്കാം. അപ്പോൾ മാർച്ച് 2024 എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. സംസ്ഥാനങ്ങളുടെ പേരുകൾ ഇവിടെയുണ്ട്. നമുക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കാം. കേരള ഇവിടെയാണ്. നോക്കൂ, 2354 കോടി. ഏത്? മാർച്ച് 2024. മാർച്ചിൽ നമുക്ക് 2598 കോടിയാണ് മാർച്ച് 2024 കേരളത്തിൽ കിട്ടിയത്, GST കിട്ടിയത്. അതേസമയം മാർച്ച് 2023 നമുക്ക് എത്ര കിട്ടിയിരുന്നു? 2354. അപ്പോൾ 10% ഗ്രോത്ത് മാർച്ച് മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ഡാറ്റയുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഏപ്രിൽ 23 മുതൽ ഫെബ്രുവരി 24 വരെ ഏകദേശം 10% ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ മാർച്ചിലെ മാത്രം നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെയും 10% ഗ്രോത്താണ് കാണുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 10% ഗ്രോത്ത് ഉണ്ടായാൽ മതിയോ? ഞാൻ പറഞ്ഞു, ഇക്കോണമിയിൽ ഗ്രോത്ത് 7%ഉം ഇൻഫ്ലേഷൻ ഒരു 6%, 7% എന്ന് പറയുമ്പോൾ മിനിമം 14% കിട്ടേണ്ടതാണ്, ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ പോലും. പക്ഷേ നമുക്കത് കിട്ടുന്നില്ല. ഇനി നമ്മളെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന തമിഴ്നാടിൻ്റെ സ്ഥിതി നോക്കാം. അവരുടെ ഗ്രോത്ത് നോക്കൂ, 19% ഗ്രോത്ത് ഉണ്ട് അവർക്ക്. അതായത് കേരളത്തിന് 10 ഉള്ളപ്പോൾ അതിൻ്റെ ഇരട്ടി ഗ്രോത്ത് ഉണ്ട് അവർക്ക്. ഇനി നമുക്ക് ആന്ധ്രാപ്രദേശ്, AP നോക്കൂ, അവർക്ക് 16% ഉണ്ട്. ഇനി കർണാടക എത്രയാണ്? കർണാടക നിങ്ങൾക്ക് കാണാൻ സാധിക്കും 26%. അപ്പോൾ നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഗ്രോത്ത് റേറ്റിൽ വളരെയധികം മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും താഴെ 10% ഗ്രോത്തിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ടാക്സ് റവന്യൂ ശരിയായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഇനി എന്തായാലും ഇന്ന് നമ്മളിരിക്കുന്നത് മെയ് 2-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഏപ്രിൽ 2024 ടാക്സ് കളക്ഷൻ മിക്കവാറും ഇന്ന് നാളായിട്ട് വരുമ്പോൾ നമുക്ക് അതും കൂടി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ ടാക്സ് കളക്ഷനിൽ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിലൊക്കെ പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട്. നമ്മുടെ വീഡിയോ നീണ്ടുപോകാതിരിക്കാൻ ഞാൻ അത് അവസാനിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഇതിനുള്ള സാധ്യതകൾ എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.